ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രിറ്റ്സ് വണ്ടർലാൻഡ്. 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. യു ഹാവ് സീൻ ഹൗ ആഡ്സ് ഇൻഫ്ലുവൻസ് ചിൽഡ്രൻ ആൻഡ് അഡോളസെൻസ്. കുട്ടികളെയും കൗമാരക്കാരെയും എങ്ങനെയാണ് പരസ്യങ്ങൾ ആഡ്സ് സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ദർ ആർ ഓൾസോ പോസിറ്റീവ് ആസ്പെക്ട്സ് ടു ദ പോപ്പുലർ മീഡിയ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ്. ഈ പരസ്യങ്ങൾക്ക് ദോഷം മാത്രമല്ല ഉള്ളത്, അതിന് കുറേ പോസിറ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്, കുറേ നല്ല കാര്യങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും നല്ല ലൈഫിന് വേണ്ടിയിട്ടുമൊക്കെ ഒരുപാട് സംഭാവനകൾ ഈ പരസ്യങ്ങൾ നൽകുന്നുണ്ട്. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് ദ മീറ്റിംഗ് ഓഫ് ടു ലെജൻഡ്സ്. നമുക്കിവിടെ പഠിക്കാനുള്ളത് രണ്ട് ഇതിഹാസ താരങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. ദ കിങ് ഓഫ് പോപ്പ് രാജാവായ മൈക്കൽ ജാക്സൺ ആൻഡ് ജോസഫ് ബാർബറ, വൺ ഓഫ് ദ ക്രിയേറ്റേഴ്സ് ഓഫ് പോപ്പുലർ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ലൈക്ക് ടോം ആൻഡ് ജെറി പോലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ജോസഫ് ബാർബറയും മൈക്കൽ ജാക്സണും തമ്മിലുള്ളൊരു മീറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ മീറ്റിംഗ് റിവീൽസ് ദ റിമാർക്കബിൾ എബിലിറ്റി ഓഫ് ആർട്ട് ടു അപ്ലിഫ്റ്റ്, ഇൻസ്പയർ ആൻഡ് പ്രൊവൈഡ് സൊലൈസ്, ഓഫറിംഗ് എ ബീക്കൺ ഓഫ് കംഫർട്ട് ആൻഡ് കൺസൊലേഷൻ ടു വിയറി മൈൻഡ്സ്. ഈ മീറ്റിംഗ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കലയുടെ ഒരു എടുത്തു പറയാവുന്ന ഒരു കഴിവിനെക്കുറിച്ചാണ്. എന്തിനൊക്കെ? ടു അപ്ലിഫ്റ്റ്, ഇൻസ്പയർ ആൻഡ് പ്രൊവൈഡ് സൊലൈസ്, ഓഫറിംഗ് എ ബീക്കൺ ഓഫ് കംഫർട്ട് ആൻഡ് കൺസൊലേഷൻ ടു വിയറി മൈൻഡ്സ്. ക്ഷീണിച്ച മനസ്സുകൾക്ക് ഒരു ആശ്വാസം നൽകാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനും അവർക്ക് പ്രചോദനമാകാനും അവർക്ക് ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കാനൊക്കെയുള്ള കലയുടെ എടുത്തു പറയാവുന്ന കഴിവിനെക്കുറിച്ചാണ് നമുക്ക് ഈ മീറ്റിങ്ങിലൂടെ വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് പാഠം വായിക്കാം. ദ ഇങ്ക് ആൻഡ് ദ മെലഡി. ഇങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഷിയാണ്, മെലഡി എന്ന് പറഞ്ഞാൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതെന്താ പറയുന്നത്? ഇങ്ക് എന്ന് പറഞ്ഞാൽ പേനയുടെ കഴിവാണ്, മെലഡി പിന്നെ മ്യൂസിക്കിൻ്റെ പവറാണ്. ഇതിൻ്റെ ഓതർ ജോസഫ് ബാർബറയാണ്. നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഐ ചൂസ് ടു ബി കോൾഡ് ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ്, ദോ ഐ മൈറ്റ് വെൽ ഹാവ് ബീൻ ഡിസൈനേറ്റഡ് ആസ് പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഓർ ഡിഷ് വാഷർ. ഞാനൊരു ക്രിയേറ്റീവ് കൺസൾട്ടൻ്റായി അറിയപ്പെടാനാണ് ആഗ്രഹിച്ചത്, പക്ഷേ ഞാൻ പല ജോലികൾ ചെയ്തു. പ്രൊഡ്യൂസറായിട്ടും കോ പ്രൊഡ്യൂസറായിട്ടും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും ഈവൻ ഡിഷ് വാഷർ, പാത്രം കഴുകുന്ന ആളായിട്ട് വരെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. I had one of the best times in my life working in that capacity with Phil and his people on the Tom and Jerry movie. ടോം ആൻഡ് ജെറി എന്ന മൂവിയിൽ ഫില്ലിനും അവൻ്റെ ആൾക്കാരോടൊപ്പം ജോലി ചെയ്തപ്പോഴാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. While the movie was in production, in fact, I had a series of 5 meetings with a young man who is very much in the news as I write this. ആ മൂവിയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ഒരു സീരീസ് ഓഫ് മീറ്റിംഗ് ആയിരുന്നു, 5 മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു. ഞാനിത് എഴുതുന്ന സമയത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നൊരു താരം തന്നെയായിരുന്നു ആ ചെറുപ്പക്കാരൻ. സം ടൈം ഇൻ 1992, മൈക്കൽ ജാക്സൺ, an avid cartoon buff, contacted me to discuss the possibility of working on some project together. 1992 എന്ന ഇയറിൽ മൈക്കൽ ജാക്സൺ എന്ന പേരുള്ള ആൾ എന്നെ കോൺടാക്ട് ചെയ്തു. ഒന്നിച്ച് ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഹൂ കുഡ് സേ നോ? ആർക്കാണ് മൈക്കൽ ജാക്സനൊക്കെ വിളിച്ചാൽ നോ പറയാൻ പറ്റുക? മൈ ഫസ്റ്റ് തോട്ട് വാസ് ടു മേക്ക് എ ഡീൽ ഫോർ ഹിം ടു സിംഗ് എ സോങ് ഇൻ ദ ടോം ആൻഡ് ജെറി ഫീച്ചർ. ടോം ആൻഡ് ജെറി എന്ന ഫീച്ചറിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാട്ട് പാടാനായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. ഡ്യൂറിങ് അവർ ഫസ്റ്റ് മീറ്റിംഗ് ഇൻ ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഓൺ വിൽഷെയർ ബോൾവാർഡ്, he asked me if I had really written all those Tom and Jerry series. അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ ടോം ആൻഡ് ജെറി എന്ന സ്റ്റോറി നിങ്ങൾ മുഴുവനായിട്ടും നിങ്ങൾ തന്നെ എഴുതിയതാണോ എന്ന് ചോദിച്ചു. നോ, ഐ സെഡ്, അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഐ ഡ്രൂ ദം, ഞാനത് വരച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഡു യു വാണ്ട് ടു സീ? ഐ ആസ്ക്ഡ്, നിങ്ങൾക്കത് കാണണോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഹി നോഡഡ്, sprang out of the room and returned with a pad and some markers. നിങ്ങൾക്കത് കാണണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം യെസ് എന്ന അർത്ഥത്തിൽ തല കുലുക്കി, എന്നിട്ട് റൂമിനുള്ളിലേക്ക് പോയി ഒരു മാർക്കറും ഒരു റൈറ്റിംഗ് പാഡുമായിട്ട് തിരിച്ചു വന്നു. ഐ ടുക്ക് ദം ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് സ്കെച്ചസ് ഓഫ് എ കാർട്ടൂൺ. ഞാനതെടുത്ത് ഒരു കാർട്ടൂണിൻ്റെ സ്കെച്ചസ് വരയ്ക്കാൻ തുടങ്ങി. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് കോൾഡ് ബൗളിംഗ് ആലി കാറ്റ്. എൻ്റെ ഫേവറേറ്റ്സിൽ ഒന്നായ ബൗളിംഗ് ആലി കാറ്റാണ് ഞാൻ വരച്ചു തുടങ്ങിയത്. ഡെപിക്റ്റിംഗ് ദ ആക്ഷൻ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോഴത്തെ ആക്ഷനും അറ്റ്മോസ്ഫിയറൊക്കെ ചിത്രീകരിക്കുന്നതായിരുന്നു അത്. മൈക്കൽ ലുക്ക്ഡ് ഓവർ മൈ ഷോൾഡർ, വിസ്പറിംഗ് ഇൻ ദാറ്റ് ഹൈ തിൻ ബ്രീത്തി വോയിസ് ഓഫ് ഹിസ്, വൗ ആൻഡ് വൗ. മൈക്കൽ എൻ്റെ ഷോൾഡറിലേക്ക് നോക്കി, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ടിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. വാവ് ആൻഡ് വാവ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഐ സ്റ്റോപ്ഡ് അറ്റ് ദ 5th സ്കെച്ച്. 5ാമത്തെ സ്കെച്ച് ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. വുഡ് യു ലൈക്ക് മീ ടു ഓട്ടോഗ്രാഫ് ദം? ഇത് ഓട്ടോഗ്രാഫ് പോലെ തരാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? ഓ യെസ്, ഹി വിസ്പേർഡ്. അദ്ദേഹം പറഞ്ഞു, ആ ശരി, എനിക്കങ്ങനെ വേണമെന്ന് പറഞ്ഞു. നൗ ഹൗ അബൌട്ട് മീ ഗെറ്റിംഗ് ആൻ ഓട്ടോഗ്രാഫ്? എന്നാൽ എനിക്കും ഒരു ഓട്ടോഗ്രാഫ് തന്നൂടെ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഐ പോയിൻറ്റഡ് ടു എ പോസ്റ്റർ ഹി ഹാഡ് ഷോയിങ് ഹിംസെൽഫ് ആൻഡ് എ ലിറ്റിൽ ഗേൾ. ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു പോസ്റ്റർ നേരെ ചൂണ്ടിക്കാണിച്ചു. അതിൽ അദ്ദേഹം ഒരു ഗേളും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഹി സെഡ് ഹിസ് നീസ് നിക്കോൾ. അത് അദ്ദേഹത്തിൻ്റെ മരുമകളായ നിക്കോളായിരുന്നു. കുഡ് യു ഓട്ടോഗ്രാഫ് ദ പോസ്റ്റർ? ആ പോസ്റ്റർ ഓട്ടോഗ്രാഫാക്കി തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഓ യെസ്, ഹി വിസ്പേർഡ്. അദ്ദേഹം സമ്മതിച്ചു. ആൻഡ് ഹി ബിഗാൻ ടു റൈറ്റ്. പിന്നെ അദ്ദേഹം എഴുതാൻ തുടങ്ങി. ആൻഡ് റൈറ്റ്. പിന്നെ എഴുതാൻ തുടങ്ങി. ആൻഡ് ഹി റോട്ട് സം മോർ. കുറച്ച് കൂടുതൽ എഴുതി. വാട്ട് ഇസ് ദിസ്? ഗെറ്റിസ്ബർഗ് അഡ്രസ്? ഇതെന്താ ഒരുപാട് എഴുതി വെക്കുന്നത്? ഗെറ്റിസ്ബർഗ് അഡ്രസ്സാണോ? യു വിൽ സീ, പ്ലീസ് റീഡ് ഇറ്റ് അലൗഡ്. ഐ റീഡ്. നിങ്ങൾക്ക് കാണാം, നിങ്ങൾ വായിച്ചോ, ഉറക്കെ വായിക്കുക, അദ്ദേഹം പറഞ്ഞു. ദ ഗെറ്റിസ്ബർഗ് അഡ്രസ്സ് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. സൈഡിൽ ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ദ ഗെറ്റിസ്ബർഗ് അഡ്രസ് ഈസ് ദ ഫേമസ് സ്പീച്ച് ഡെലിവേർഡ് ബൈ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ഡ്യൂറിംഗ് ദ അമേരിക്കൻ സിവിൽ വാർ. അമേരിക്കൻ സിവിൽ വാർ നടന്ന സമയത്ത് പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ നടത്തിയൊരു സ്പീച്ചാണ് ഈ ഗെറ്റിസ്ബർഗ് അഡ്രസ് എന്ന് പറഞ്ഞാൽ. ഓൺ 19 നവംബർ 1863. ആ വർഷം പറഞ്ഞിട്ടുണ്ട്, നവംബർ 19, 1863 സംഭവിച്ചത്. ഇൻ ദ സ്പീച്ച് ഹി റെഫേഴ്സ് ടു ഡെമോക്രസി ആസ് ദ ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഈ സ്പീച്ചിലാണ് അദ്ദേഹം ഡെമോക്രസിയെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞത്. ഹിയർ ആസ് ജാക്സൺ റൈറ്റ്സ് ദ ഓട്ടോഗ്രാഫ്, ബാർബറ ആസ്ക്സ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആസ് ലോങ് ആസ് ദ ഗെറ്റിസ്ബർഗ് അഡ്രസ്. ഇവിടെ ജാക്സൺ ഒരുപാട് എഴുതുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്, കളിയാക്കി ചോദിച്ചതാണ്, ഇതെന്താ ആ സ്പീച്ച് പോലെ അത്ര ലെങ്തി ആയിരിക്കുമോ എന്ന് ചോദിച്ചാണ്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. എൻ്റെ ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും ഹീറോ ആയ ആൾക്ക്. വിത്ത് മെനി താങ്ക്സ് ഫോർ ഓൾ ദ മെനി കാർട്ടൂൺ ഫ്രണ്ട്സ് യു ഗേവ് മീ ആസ് എ ചൈൽഡ്. ഒരു കുട്ടിയെപ്പോലെ എനിക്ക് നിങ്ങൾ നൽകിയ എല്ലാ കാർട്ടൂണിനും നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ദേ വെയർ ഓൾ ഐ ഹാഡ്. അതെല്ലാം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. 4th പാരഗ്രാഫ് നോക്കാം. ഐ ഫൗണ്ട് ഹിം ടു ബി എ ലെയ്ഡ് ബാക്ക് ആൻഡ് കോർട്ടിയസ് ജെൻറ്റിൽമാൻ. അദ്ദേഹം വളരെ മര്യാദയുള്ള നല്ലവനായ ഒരു മാന്യനായിരുന്നു. വിച്ച് ഇസ് എ ഗ്രേറ്റ് ഡീൽ മോർ ദാൻ യു ക്യാൻ സേ അബൌട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ അവർ ഇൻഡസ്ട്രി. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഉള്ള പലരെക്കുറിച്ചും പറയാവുന്നതിനേക്കാൾ കൂടുതലാണ് മൈക്കൽ ജാക്സണെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം കൂടുതൽ മാന്യനാണ്. ആസ് ഇറ്റ് ടേൺഡ് ഔട്ട്, ദി എക്സിക്യൂട്ടീവ്സ് ഓഫ് ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് ഹാഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് എ ഡീൽ വിത്ത് മൈക്കൽ ജാക്സൺ ആൻഡ് നത്തിങ് ഫർദർ കെയിം ഓഫ് ദീസ് മീറ്റിംഗ്സ്. നെവർത്ത് മൈ മീറ്റിംഗ്സ് വിത്ത് ഹിം വർ ഡിലൈറ്റ്ഫുൾ. ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസിൻ്റെ എക്സിക്യൂട്ടീവ്സിന് മൈക്കൽ ജാക്സണുമായി ഒരു ഡീൽ ചെയ്യുന്നതിനെക്കുറിച്ച് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മീറ്റിങ്ങിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് അദ്ദേഹമായിട്ടുള്ള മീറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ സന്തോഷം നൽകിയ ഒരു കാര്യം തന്നെയായിരുന്നു. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.